ട്രംപിന്റെ തീരുവ യുദ്ധം കേരളത്തെ വല്ലാതെ ബാധിക്കുമെന്നാണ് നമ്മുടെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറയുന്നത്. അപ്പൊ ഇത് കോവിഡിനെക്കാളും വലിയ വൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഏത് പ്രതിസന്ധി? പുള്ളി എന്താണ് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ എന്ത് പ്രതിസന്ധി? ട്രംപിന്റെ തീരുവ ട്രംപിന്റെ തീരുവ ആ യുദ്ധം ഉണ്ടല്ലോ, ഇന്ത്യക്ക് ഇത്ര തീരുവ. അപ്പൊ ഇന്ത്യക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്ന കേരളമാണെന്നാണ് ബാലഗോപാൽ പറയുന്നത് സർ. ഇതിപ്പോ ഇന്നലെ തുടങ്ങിയ പ്രതിസന്ധിയാണോ സർ കേരളത്തിനുള്ളത്? ഈ ട്രംപിന്റെയും കൂടി വന്നാൽ അതിനേക്കാൾ അപ്പുറത്തെ പ്രതിസന്ധിയിലേക്ക് കേരളം പോകുമെന്നൊക്കെയാണ്. പിന്നെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അഞ്ജന ക്ഷമിക്കണം, സ്വതേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞിട്ട്. പരാതി പറയാൻ ഈ കെ.എൻ. ബാലഗോപാലിന് നേരമുള്ളൂ. പരാതി പറഞ്ഞുകൊണ്ട് എപ്പോഴും വടക്കോട്ടും ഇവിടെ ഒന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് പിച്ചച്ചട്ടിയുമായിട്ട് കേന്ദ്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടുത്തെ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പം തന്നെയാണ്. സർക്കാർ ജീവനക്കാർക്കെല്ലാം 5 വർഷം കൂടുമ്പോൾ ശമ്പള കമ്മീഷൻ എടുത്താൽ കേന്ദ്രം പറഞ്ഞിട്ടാണോ? അങ്ങനെ അവരുടെ നല്ല പിള്ളയാകാൻ വേണ്ടി ശമ്പളമെല്ലാം കൂടെ അവർക്ക് കൂട്ടിക്കൊടുത്തിട്ട് എന്നിട്ടാണ് പറയുന്നത് സിസ്റ്റം ഫെയിലുവർ. സിസ്റ്റം ആരാ ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഈ കൂടിയ ശമ്പളം കൊടുക്കുന്ന സർക്കാർ ജീവനക്കാരല്ലേ ഈ സിസ്റ്റം ഫെയിലുവർ ഉണ്ടാക്കുന്നത്. അത് തിരുത്താൻ നിങ്ങൾക്ക് ഇച്ഛാശക്തിയോ കഴിവുണ്ടോ? എന്നിട്ട് പരാതി ഞങ്ങൾക്കൊന്നും കിട്ടി, എല്ലാം കേന്ദ്രത്തിൻ്റെ കുഴപ്പം. ഇവിടെ ഒരാളെ ഒരു നായ കടിച്ചാൽ ഉടനെ അത് കേന്ദ്രത്തിൻ്റെ കുറ്റം. അതിന് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. എ ബി സി നടപ്പാക്കാൻ കഴിയില്ല. അങ്ങ് ഒരു കാര്യവും നടപ്പാക്കാൻ കഴിയില്ല. പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കത്തില്ല. കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങളൊന്നും നടപ്പാക്കത്തില്ല. എന്നിട്ട് വടക്കോട്ട് നോക്കി ഇവിടെ ഒന്നും കിട്ടിയില്ല, എല്ലാം കേന്ദ്രത്തിൻ്റെ പഴിചാരൽ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ബാലഗോപാൽ ശരിയാണ് പറഞ്ഞത്, ചുങ്കം ഏർപ്പെടുത്തിയത് കേരളത്തിലെ കർഷകരെ, പിന്നെ മത്സ്യ കർഷകരെ എല്ലാം ബാധിക്കും. കൊഞ്ചിൻ്റെ ഇറക്കുമതിയിലൂടെ നമ്മളാണ് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് അമേരിക്കയിലേക്കുള്ള കൊഞ്ചിൻ്റെ കയറ്റുമതിയിൽ. അതിൽ നിന്നുള്ള വരുമാനം കർഷകരെ വല്ലാതെ ബാധിക്കും എന്ന് മാത്രമല്ലല്ലോ, അത് 25% അപ്പോൾ ബാലഗോപാൽ എന്താ പറയുന്നത്? ഈ ട്രംപിന് വഴങ്ങണമായിരുന്നെങ്കിൽ കേരളത്തിലെ ഉൾപ്പെടെ ഇന്ത്യയിലെ മുഴുവൻ കർഷകരുടെയും നട്ടല്ലൊടിഞ്ഞനെയും. എന്തുകൊണ്ടാണ് ട്രംപ് ഈ ചുങ്കം ഏർപ്പെടുത്തിയത്? ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ ബാലഗോപാൽ, പതിവ് പോലെ വടക്ക് വശം മാത്രമേ കാണുന്നുള്ളൂ, തെക്ക് വശം കാണുന്നില്ല. ഈ ട്രംപ് അമേരിക്കൻ വിപണി, ഇന്ത്യൻ കാർഷിക വിപണി അമേരിക്കയ്ക്കായിട്ട് തുറന്നു കൊടുക്കണമെന്ന്, പാലുൽപ്പന്നങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും അമേരിക്കക്കാർ കടന്നിങ്ങ് കയറി വരും. നമ്മുടെ ക്ഷീര കർഷകരെല്ലാം ആത്മഹത്യ ചെയ്യും കൂട്ടമായിട്ട്. ഇത് കണ്ടുകൊണ്ടാണ് ഈ അമേരിക്കയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് തടഞ്ഞത്. എല്ലാ മേഖലയും കൃഷി എന്ന് പറയുന്ന അവർ കൈയടക്കുമെന്നേ. കാരണം കുറഞ്ഞ ചിലവിൽ ഉന്നത വിളവുണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്. അതെ, നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ പറഞ്ഞതുപോലെ രാമചന്ദ്രൻ നായർ തന്നെ, രാമചന്ദ്രൻ പിള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞതുപോലെ തന്നെ ഹൈടെക് കൃഷിയിലേക്ക് കേരളവും ഇന്ത്യയും പോകണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരും പുലഭ്യം പറഞ്ഞു. നിങ്ങളുടെ പാർട്ടിക്കാരനാ, പ്രധാനമന്ത്രി പറഞ്ഞതല്ലിത്, നരേന്ദ്രമോദി പറഞ്ഞതല്ല, രാമചന്ദ്രൻ പിള്ള. അല്ലാതെ രക്ഷയില്ല. അങ്ങനെ ഹൈടെക് കൃഷി നടത്തുന്നതുകൊണ്ട് അമേരിക്കയിലെ അവിടുത്തെ മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് വെറും 5% കർഷകരാണ്. ഇന്ത്യയിലെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശതമാനം ആദ്യം 95% ഇപ്പോൾ പലരും ജോലി ചെയ്തു തുടങ്ങിയതുകൊണ്ട് ഇപ്പോഴും 85% പേര് കൃഷിയാണ് അവരുടെ വരുമാന മാർഗം. ഇതങ്ങോട്ട് തുറന്നു കൊടുത്താലേ വൻ സബ്സിഡിയോടുകൂടി കൃഷി നടത്തുന്ന ഗവൺമെൻറ് വൻ സബ്സിഡി അവിടെ കൊടുക്കുന്നുണ്ട്. കൃഷി നടത്തുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ വളരെ ഇതിനേക്കാൾ ചീപ്പായിട്ടുള്ള റേറ്റിൽ ഇന്ത്യയിലേക്ക് വരും. ഇപ്പം തന്നെ പാടങ്ങളെല്ലാം തരിശായിട്ട് കിടക്കുക, ആരും കൃഷി ചെയ്യുന്നില്ല. എന്താ കാര്യം? നിങ്ങളുടെ ട്രേഡ് യൂണിയൻ വിപ്ലവം കൊണ്ട് വലിയ കൂലിയാണ് ചോദിക്കുന്നത്. കൃഷി നഷ്ടമാണ്. അതെ സർ, ഗവൺമെന്റ് വിചാരിച്ചാൽ മതി, നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും തീരും. കേരളം ഒരു ശരിക്കും സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ വന്നു എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം, അല്ലേ? ശരിക്കും സാർ പറഞ്ഞ മാതിരി കൃഷിപ്പാടങ്ങളൊക്കെ ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുന്ന ഒരു വെള്ളം അതിന് നോക്കുന്നില്ല. അതിങ്ങനെ പിന്നെ വെട്ടിപ്പിടിച്ച് അതിന് റോഡിന് വേണ്ടിയിട്ടും പോകുന്നു, അല്ലെങ്കിൽ മറ്റേ ബാക്കി കൃഷി കെട്ടിടങ്ങൾ, റിയൽ എസ്റ്റേറ്റ് ഒക്കെ വരുന്നു. എന്തുകൊണ്ട് പോകുന്നു? കൂലി വളരെ കൂടുതലാണ്, കൃഷി നഷ്ടമാകുന്നു. അവൻ കൊടി പിടിക്കും, കൂലി കുറച്ചാൽ കോൺഫ്ലിക്റ്റ് ആവും. ഈ വയ്യാവേലിക്ക് പോകണ്ട, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പലരും ആത്മഹത്യ ചെയ്തു. ജീവിച്ചിരിക്കുന്നവർ മരണത്തിനും ആത്മഹത്യക്കും ഇടയ്ക്കിലുള്ള ആ നൂൽക്കെണിയിലൂടെയാണ് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, അവർ ഈ റോഡിൽ പോയിട്ട് ഔഷധ ചെടികളൊക്കെ നശിപ്പിച്ച് കളയുന്നതിനേക്കാൾ അവരുടെ
സേവനം ഈ കൃഷി മേഖലയിൽ ലഭ്യമാക്കണം. അവർ പാടത്തിറങ്ങി പണി ചെയ്യുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, കർഷകന് എന്തെങ്കിലും മിച്ചം, അല്പസ്വല്പമെങ്കിലും മിച്ചം കിട്ടും. കേരളം കാർഷികമായിട്ട് സ്വയം പര്യാപ്തമാകും. വൻ വില കൊടുത്ത് പുറത്തുനിന്ന് അരി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ തെങ്ങ് കർഷകർ, അതുകൊണ്ടല്ലേ കിലോയ്ക്ക് 500 രൂപ വരെ വെളിച്ചെണ്ണ വില കൂടിയിരിക്കുന്നത്. വളം ചെയ്യണം, വളത്തിന് സബ്സിഡി കൊടുക്കണം. വൻ വിലയാണ് ഇപ്പോൾ വളത്തിന്. വളം ചെയ്യാൻ പണമില്ല. പിന്നെ തേങ്ങ, ഒരു തെങ്ങേ കയറണമെങ്കിൽ ഒരുത്തന് തൊഴിലാളിക്ക് കൊടുക്കേണ്ടത് 100 രൂപ. 50 രൂപയുടെ തേങ്ങയെ കിട്ടിയുള്ളെങ്കിൽ 100 രൂപ അവൻ്റെ കൂലി കൊടുക്കണം. 250 തെങ്ങ് കയറണം. അത് കിട്ടിയില്ലെങ്കിൽ തെങ്ങ് കയറില്ല, തേങ്ങ കിട്ടില്ല. അതൊക്കെയാണ് ഈ തേങ്ങ ഇല്ലാതെ വെളിച്ചെണ്ണ. ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന്, കേരളം എന്നുള്ള പേര് തന്നെ കേരളത്തിൽ നിന്നുണ്ടായതാണ്. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം. ഈ അവസ്ഥയിലേക്ക് നമ്മൾ പോയി. ആരാ ഉത്തരവാദി? കേരളം ഭരിച്ച കൃഷിമന്ത്രിമാരെല്ലാം ഉത്തരവാദികളാണ്. മേക്ക് ഇൻ ഇന്ത്യ പോളിസി മാതിരി മേക്ക് ഇൻ കേരള, നറിഷ് കേരള എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങണം സാർ. ശരിക്കും ഇവർ വിചാരിച്ചാലും നടക്കും സാർ. എല്ലാരും കൂടി. ഇപ്പൊ കേന്ദ്രം തന്നെ ഇവർ കരഞ്ഞു കുറെ പൈസ കൊടുത്തു. ആ പൈസ എവിടെ പോയി? ആൾക്കാർക്ക്, കൃഷിക്കാർക്കും കിട്ടുന്നില്ല, കിട്ടേണ്ടവർക്ക് പെൻഷനുകാർക്ക് പെൻഷൻ കിട്ടുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളില്ലേ സാർ? അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് ഇനിയും പൈസ വേണം. IMF പൈസ കൊടുത്താൽ പോലും കേരളത്തിന് തികയൂല, ഇല്ലേ സാർ? കടം കൊണ്ട്. ഇനിയിപ്പോ ഇവർ എന്ത് ചെയ്യും സാർ? ബാലഗോപാൽ പറഞ്ഞ മാതിരി ട്രംപിന്റെ തീരുവയെ നോക്കി, തീരുവ നോക്കിക്കൊണ്ടാണ് ഇപ്പം പറയുന്നത്. പക്ഷെ തീരുവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രോഡക്റ്റ് തീരുവയുടെ കാര്യത്തിൽ എഗ്രിമെന്റിൽ എത്തിയാൽ അവരിപ്പോൾ തീരുവ പിൻവലിക്കും. ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ കാർഷിക മേഖലയിൽ അങ്ങ് കയറിക്കൂ. കയറിക്കഴിഞ്ഞ ഒരൊറ്റ കർഷകനും, നിങ്ങൾ കർഷക പക്ഷമാണെന്ന് പറയുന്നല്ലോ, കർഷകർക്ക് വേണ്ടി സമരം നടത്തിയവരല്ലേ? കിസാൻ ജാഥ എന്നും പറഞ്ഞ് നടത്തി ഗവൺമെന്റിനെ ശ്വാസം മുട്ടിക്കുകയും ചെങ്കോട്ടയിലെ സിഖ് തീവ്രവാദികളുടെ പതാക സ്ഥാപിക്കുകയും ചെയ്തവരല്ലേ നിങ്ങൾ? രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയെ, അതിൻ്റെ സ്വാതന്ത്ര്യത്തെയും എല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ അമേരിക്കൻ വിപണി കടന്നു വരട്ടെന്നാണോ പറയുന്നത്? ഇപ്പം തന്നെ യൂസഫ് അലിയെ പോലുള്ള വൻകിട മാളുകൾക്ക് നിങ്ങൾ അനുമതി കൊടുത്തതിൻ്റെ ഫലമായിട്ട് ചെറിയ കടകളെല്ലാം പൂട്ടിപ്പോവുകയാണ്. അവർ നഷ്ടത്തിലാണ്, അവരുടെ വരുമാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മാൾ സംസ്കാരത്തിലേക്ക് കേരളവും പോയി കഴിഞ്ഞു. നിങ്ങളെല്ലാം അങ്ങോട്ട് പോകാൻ ബസ്സുകൾ വരെ നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പാവപ്പെട്ട ഈ കർഷകർക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ പാവപ്പെട്ട തൊഴിലാളികളെ ഒന്ന് നിയോഗിക്കൂ. കേരളത്തിനുണ്ടാകുന്ന അഭിവൃദ്ധി നിങ്ങൾ അതുപോലും ചെയ്യാതിരുന്നുകൊണ്ട് നമുക്ക് വലിയ കഷ്ടമെന്ന് പറഞ്ഞ് കരയാനല്ല നമ്മൾ മന്ത്രിമാരായിട്ട് പോകാൻ വേണ്ടി MLA ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. കരയാൻ വേണ്ടിയിട്ടല്ല, നടപടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിഷ്ക്രിയമായിട്ടിരുന്നുകൊണ്ട് എല്ലാം കേന്ദ്രത്തിൻ്റെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ അലസതയുടെ ലക്ഷണമാണത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. കേന്ദ്രം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നും പരാതികളായിരുന്നു. പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറിച്ച് ചെയ്യാനുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബഡ്ജറ്റ് പ്രഖ്യാപനം ഉള്ളപ്പോൾ ഇവിടെ കരയാൻ തുടങ്ങും. സീതാരാമൻ ഞങ്ങൾക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ? അതെ, നിങ്ങൾ സബ്സിഡി ഒന്നും കൊടുക്കണ്ട, തൊഴിലുറപ്പ്. അതായത് കുറഞ്ഞ ശമ്പളത്തിൽ തൊഴിൽ ചെയ്യുന്ന ഒരു സൈന്യത്തെ ഉണ്ടാക്കൂ, ഒരു തൊഴിൽ സേനയെ ഉണ്ടാക്കൂ. ആ സൈന്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൃഷി മെച്ചപ്പെടും, കൃഷി ചെയ്യാൻ ആൾക്കാർ തയ്യാറാവും. എന്ന് വിചാരിച്ച് ഇവരെ ചൂഷണം ചെയ്യുന്നതെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. അവരെന്തായാലും ഈ ശമ്പളത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണ്. നിങ്ങൾ പാടത്തേക്ക് ഇറങ്ങി കഠിനാധ്വാനം ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ ചെയ്യുന്ന രീതിയിലുള്ള ശരീരത്തിന് ക്ഷീണം വരുത്താത്ത, നിങ്ങളുടെ സേഫ്റ്റിക്ക് കുഴപ്പം വരുത്താത്ത പണി ചെയ്യുക. ആ പണി അത് നമ്മുടെ ഒരു അധ്വാനം, അത് റിസൾട്ട് ഉണ്ടാക്കും, മിച്ച മൂല്യം ഉണ്ടാക്കും. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വലിയൊരു നേട്ടമായിട്ട് വരും. കാർഷിക വിപണിയിൽ വിലകൾ കുറയും, ഇറക്കുമതി ചെലവ് അന്യ സംസ്ഥാനത്തോളം കുറയും. അങ്ങനെ നടപടിയെടുക്കാതെ ചുമ്മാതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് നോക്കൂ, കേന്ദ്രം കാർഷിക വിപണിയിലേക്ക് അമേരിക്ക വരണ്ടെന്നുള്ള ധീരമായ ഇടതുപക്ഷ തീരുമാനമൊക്കെ സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. നിങ്ങൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അഭിനന്ദിക്കണം. അമേരിക്കയോടെ പിടിച്ച് നിങ്ങൾ സാമ്രാജ്യത്വ ഭരണകൂടം എന്നൊക്കെ പറയുമല്ലോ, ആ ഭരണകൂടത്തെ നിഷ്ക്രിയം തൻ്റെ അടുത്തോട് നിന്ന് മുട്ടുമടക്കാതെ നട്ടെല്ലോട് കൂടി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിന് കയ്യടി കൊടുക്കണം. ആദ്യം നിങ്ങളത് അംഗീകരിക്കണം. നരേന്ദ്രമോദി എന്ന് പറയുന്ന വലതുപക്ഷ ഗവൺമെൻറ് അല്ല എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കണം. ഇടതുപക്ഷത്തിൻ്റെ നയമാണ് ഇപ്പോൾ നടക്കാക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇന്ത്യയിൽ കാല് കുത്തരുത്, കാർഷിക വിപണി കൈയടക്കരുത്. തീരം നിങ്ങൾ പണ്ട് കർഷക സമരം നടത്തിയവരല്ലേ? എന്താ ഇതിനെക്കുറിച്ച് നല്ല വാക്ക് പറയാൻ ഇത്ര പിശുക്ക്? ട്രംപിനെ പേടിക്കാതെ ഇന്ത്യയുടെ ഒപ്പം നിൽക്കണം, ഒറ്റക്കെട്ടായിട്ട്.